സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. ഇത് യെശയ്യാവിൻ്റെ പുസ്തകത്തിലുള്ളതായ വചനങ്ങളാണ്. കർത്താവായ യേശുക്രിസ്തു ആ കാലത്ത് ദൈവാലയത്തിൽ ചെന്നിട്ട് അവൻ വിശുദ്ധ ഗ്രന്ഥമെടുത്ത് യെശയ്യാവിൻ്റെ പുസ്തകം തുറന്നു. അപ്പോൾ അവൻ്റെ കണ്ണുകൾ ഈ വചനത്തിന്മേൽ വീഴാനിടയായി. അവൻ പുസ്തകം വിടർത്തിയപ്പോൾ ഈ വചനം അവൻ കണ്ടു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കേണ്ടതിനും പീഡിതന്മാരെ വിടുവിച്ച് അയക്കുവാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ എന്നെ അഭിഷേകിച്ചിരിക്കുന്നു. ഇന്ന് അനേകം ആളുകൾ അഭിഷേകിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അഭിഷേകം എന്നാൽ എന്താണ് എന്നത് മനസ്സിലാക്കാതെ തന്നെയാണ് അഭിഷേകിക്കപ്പെടണം എന്ന് പറയുന്നത്. അഭിഷേകം എന്ന വാക്ക് എങ്ങനെ വന്നു എന്നറിയണമെങ്കിൽ ആ കാലത്ത് ആട്ടിടയന്മാർ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ആടുകളിൽ ചില മൂട്ടകൾ വന്നിട്ട് മൂട്ടകൾ അവയുടെ തലയിൽ നിന്ന് ചെവിയുടെ ഭാഗത്തേക്ക് ഇറങ്ങി വന്നിട്ട് ചെവിക്കുള്ളിൽ കയറി ആ ആടുകളെ കടിക്കുകയും ആ ആടുകൾക്ക് പലവിധമായ അസുഖങ്ങൾ വരികയും അങ്ങനെ അത് ചത്തുപോവുകയും ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ആടുകളെ ആ മൂട്ടകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി ഇടയന്മാർ എണ്ണ കൊണ്ടുവന്നിട്ട് ആടുകളുടെ തലയിൽ ഒഴിക്കുമായിരുന്നു. ആ എണ്ണ അങ്ങനെ ഒഴുകി വന്നിട്ട് ചെവിയുടെ മുകളിലൂടെ ചെവിക്കുള്ളിലും അത് വരുമായിരുന്നു. അപ്പോൾ കീടാണുക്കളാകട്ടെ മൂട്ടകളാകട്ടെ ആ ആടിൻ്റെ തലയിൽ വരികയാണെങ്കിൽ അത് വീണു പോകുമായിരുന്നു. അത് ചെവിയിലേക്ക് കയറുവാൻ വേണ്ടി ശ്രമിച്ചാലും അതിന് പോകുവാൻ കഴിയാതെ അത് തെന്നി വീണിട്ട് അങ്ങനെ ആടുകൾക്ക് ദോഷം വരാതെ വണ്ണം കാക്കുമായിരുന്നു. അഭിഷേകം എന്ന് പറഞ്ഞാൽ ദുഷ്ടശക്തികളിൽ നിന്ന്, ദുരാത്മാവിൻ്റെ ശക്തികളിൽ നിന്ന്, ലൗകിക കാര്യങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ സംസാരത്തിൽ നിന്ന്, ലോകത്തിൻ്റെ ആശകളിൽ നിന്ന് നമുക്ക് ദൈവം നൽകുന്നതായ പ്രൊട്ടക്ഷനാണ്, കാവലാണ്. അവൻ തൻ്റെ ചിറകിൻ കീഴിൽ നമ്മെ മറയ്ക്കുന്നതിനായി അവൻ്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ നമ്മെ സംരക്ഷിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ മറച്ചുപിടിച്ച് ലോകത്തിൻ്റെ ആശകളെയും ലോകത്തിലുള്ള ദുരാത്മാവിൻ്റെ ശക്തികളെയും എല്ലാം ബന്ധിക്കുന്നതിനും ഇടയാകുന്നു. അതല്ലാതെ അഭിഷേകം എന്ന് പറയുമ്പോൾ ദൈവം പ്രവാചകന്മാരായിട്ട് അഭിഷേകിക്കുന്നതിനായി മോശയോട് പറഞ്ഞു, അവരെ നീ വേർതിരിച്ചിട്ട് അഭിഷേക തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് അവരെ എൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. അതുപോലെ ദൈവം ചില സമയത്ത് രാജാക്കന്മാരെയും അഭിഷേകിച്ചു. ഇശ്ശായിയുടെ മകനായിരിക്കുന്ന ദാവീദിനെ തിരഞ്ഞെടുത്തപ്പോൾ ഇവനാണ് ഞാൻ തിരഞ്ഞെടുത്തവനായ വ്യക്തി, ഇവനെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുമെന്ന് രാജാവായിരിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ പരിപാലിക്കുന്നതിനായി അഭിഷേകം ചെയ്യാനിടയായി. ചില സമയത്ത് യേഹൂ എന്ന രാജാവിനെ ഒരു പ്രത്യേകമായ യുദ്ധം ചെയ്ത് ജയിക്കുന്നതിനായി ശത്രു സംഹാരം ചെയ്യുന്നതിനായിട്ട് അഭിഷേകം ചെയ്യുവാൻ വേണ്ടി എലീശയോട് പറഞ്ഞുവിടാനിടയായിട്ടുണ്ട്. ചില സമയങ്ങളിൽ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെടുന്നതാണ് അഭിഷേകം എന്ന് പറയുന്നത്. അതുപോലെ ബെസലേലു എന്ന നൈപുണ്യം ഉള്ളതായ ഒരു വ്യക്തിയെ
ആലയത്തിൻ്റെ പണി നടക്കുമ്പോൾ ആലയത്തിൻ്റെ പണി ചെയ്യുന്നതിനായിട്ട്, അലങ്കാരപ്പണികൾ ചെയ്യുന്നതിനായിട്ട് ദൈവം അവരെ അഭിഷേകിച്ചു. നമ്മിൽ ഉള്ളതായ താലന്തുകളെ കൂടുതൽ മൂർച്ചയുള്ളതാക്കി ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനമുള്ളതാക്കുവാനായി മാറ്റുന്നതാണ് അഭിഷേകം. അഭിഷേകം എന്ന് പറയുമ്പോൾ ആ കാലത്ത് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു. ഇപ്പോൾ എണ്ണ എന്നത് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നതാകുന്നു. ദൈവം നമ്മെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുന്നു. അഭിഷേകം എന്ന് പറഞ്ഞാൽ ഒരു ദൈവദാസൻ ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്യുന്നതല്ല, എന്നാൽ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം ഒരു വ്യക്തിയെ എന്തിനു വേണ്ടിയാണോ നിയമിച്ചത്, ആ വ്യക്തി അത് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ജീവിക്കുകയാണ് എങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സമയത്ത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പരസ്യമായി എല്ലാവരുടെയും മുൻപിൽ വെച്ച് അഭിഷേകം ചെയ്യപ്പെടുന്നതാണ് അഭിഷേകം എന്ന് ഒരു ഭക്തൻ പറയാൻ ഇടയായി. അഭിഷേകം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. യേശുക്രിസ്തു ചെയ്തതായ ശുശ്രൂഷ ചെയ്യുന്നതായ ആളുകളെയാണ് ഈ കാലത്ത് നമുക്ക് ആവശ്യമുള്ളത്. അതിനുവേണ്ടിയാണ് നമ്മെ അഭിഷേകം ചെയ്യുന്നത്. യേശുക്രിസ്തു ചെയ്തതായ ശുശ്രൂഷ അതുപോലെ തന്നെ ചെയ്യുന്നവരാണ് വേണ്ടത്. യേശുക്രിസ്തു ചെയ്തതായ ശുശ്രൂഷ എന്താണ്? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, ദരിദ്രന്മാരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവൻ എന്നെ അഭിഷേകിച്ചിരിക്കുന്നു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കണം. യേശുക്രിസ്തു ഈ ലോകത്തിൽ ആയിരുന്ന സമയത്ത് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ ഇടയായി. ദരിദ്രന്മാർ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായി ദരിദ്രന്മാർ മാത്രമല്ല, ആത്മീയമായുള്ള ദരിദ്രന്മാർ. ദരിദ്രന്മാർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തവർ, ദുഃഖത്തിൽ ഉള്ള ആളുകൾ, ക്ഷാമത്തിൽ ഉള്ള ആളുകൾ, ഞെരുക്കത്തിൽ ഉള്ള ആളുകൾ, ആവശ്യത്തിലിരിക്കുന്നവർ, അവരാണ്. ഈ ദിവസം വാസ്തവത്തിൽ ദരിദ്രന്മാരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നില്ല. നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ടോ? നിനക്കൊരു വിളി ഉണ്ടോ എന്നു നീ തന്നെ ദൈവത്തിന് മുൻപിൽ മുഴങ്കാൽ മടക്കിയിട്ട് അവന്റെ ഹിതത്തെ അറിയേണ്ടതാണ്. രാജാവായി അഭിഷേകം ചെയ്തു, പ്രവാചകനായി അഭിഷേകം ചെയ്തു, ദൈവദാസനായി അഭിഷേകം ചെയ്തു. അതേ സമയത്ത് നാം നോക്കുകയാണെങ്കിൽ ദൈവം അതാത് സന്ദർഭങ്ങളിൽ പല രീതിയിലുള്ള അഭിഷേകം നൽകുന്നതിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ഒരു മജീഷ്യനായിട്ടോ ഒരു സംഗീതജ്ഞനായിട്ടോ നിന്നെ അഭിഷേകം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടാവാം. കിന്നര വായനയിൽ നല്ല നൈപുണ്യം ഉണ്ടായിരുന്നതായ ദാവീദിനോട് ദൈവം കൂടെ ഉണ്ടായിരുന്നു. ദാവീദിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നപ്പോൾ അവൻ ആ വാദ്യ ഉപകരണം വായിക്കുന്ന സമയത്ത്, ആ സംഗീതം മീട്ടുന്ന സമയത്ത് അതിൽ ദൈവത്തിന് അഭിഷേകമുണ്ടായിരുന്നു. ഇന്ന് അഭിഷേകമില്ലാത്തതായ സംഗീതങ്ങൾ ഒരുപാടെണ്ണം കേൾക്കുന്നുണ്ട്. അഭിഷേകമില്ലാത്തതായ സ്വരങ്ങൾ എത്രയോ കേൾക്കുന്നുണ്ട്. അഭിഷേകമില്ലാത്തതായ പ്രസംഗങ്ങൾ എത്രയോ കേൾക്കുന്നുണ്ട്. അഭിഷേകിക്കപ്പെടാത്ത ശുശ്രൂഷ എത്രയോ കാണുന്നുണ്ട്. എന്നാൽ ദൈവം കൂടെ ഉണ്ടായിരിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്നതായ അഭിഷേകിക്കപ്പെട്ടതായ ശുശ്രൂഷ ആകട്ടെ, പാട്ടാകട്ടെ, സംഗീതം ആകട്ടെ, പ്രസംഗം ആകട്ടെ, ഒരു വാക്കാകട്ടെ, അതിൽ അത്ഭുതകരമായ പ്രതിഫലം ഉണ്ടാകാനിടയാകും. നമുക്ക് വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം വാക്യം മുതൽ വായിക്കുകയാണ്. കേൾക്കൂ. ഉടനെ അവൻ ആളയച്ചു അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയും ആയിരുന്നു. അപ്പോൾ യഹോവ, എഴുന്നേറ്റു ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പ് എടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വച്ചു അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. ദാവീദിലേക്ക് യഹോവയുടെ ആത്മാവ് ഇറങ്ങി വരുവാനിടയായി. 18-ാം വാക്യം. ബാലിക്കാരിൽ ഒരുത്തൻ, ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാകുന്നു. യഹോവ അവനോട് കൂടെയുണ്ടെന്നും പറഞ്ഞു. വാക്കുകൾ എത്ര ശ്രേഷ്ഠമായി സംസാരിച്ചാലും, എത്ര ചാതുര്യത്തോടുകൂടി അത് ഉപയോഗിച്ചാലും, അതിൽ ദൈവത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ആ വാക്കുകൾ ഹൃദയത്തിൽ പതിയുകയുള്ളൂ. അത് ഹൃദയത്തിൽ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. ഒരു ദൈവദാസന് ആവശ്യമായിരിക്കുന്നത് ശുദ്ധമായ ഭാഷ മാത്രമല്ല, ആ വാക്കുകളിൽ ദൈവത്തിന്റെ അഭിഷേകം ഉണ്ടായിരിക്കുമ്പോൾ ആ വാക്കുകളിൽ ഒരു ശക്തി ഉണ്ടാകാനിടയാകും. ആ വാക്കുകളിൽ ബലമുണ്ടായിരിക്കും. ആ വാക്കുകളിൽ വിലയുണ്ടാകും. തന്മൂലം ആ വാക്കുകൾ പ്രവർത്തികൾ ചെയ്യുവാൻ കാരണമാകും. ചില വ്യക്തികൾക്ക് ഒരുപാട് താലന്തുകൾ ഉണ്ടായിരിക്കാം. ചിലർക്ക് 1 താലന്ത് ഉണ്ടായിരിക്കാം, ചിലർക്ക് 2 താലന്ത് ഉണ്ടായിരിക്കാം, ചിലർക്ക് 3 ആയിരിക്കാം, 4 താലന്ത് ഉണ്ടായിരിക്കാം. നിന്നിലെ താലന്ത് എന്താണെന്ന് നീ കണ്ടുപിടിച്ചിട്ട്
അതിന്മേൽ ദൈവത്തിൻ്റെ അഭിഷേകം ഇറങ്ങുവാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നാം എല്ലാവരും ഒരുമിച്ച് ഒരു സഭയായിട്ട്, ഒരു കൂട്ടായ്മയായിട്ട്, ഒരു ദൈവവേലയുടെ പ്രവർത്തനങ്ങൾക്കായി മുൻപോട്ട് പോകുന്ന സമയത്ത് എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയില്ലായിരിക്കാം, എല്ലാവർക്കും പാട്ടുപാടാൻ കഴിയില്ലായിരിക്കാം, എല്ലാവരും വാദ്യോപകരണങ്ങൾ വായിക്കുകയില്ലായിരിക്കാം, എല്ലാവരും ഉപദേഷ്ടാക്കന്മാർ ആവുകയില്ലായിരിക്കാം, എല്ലാവരും ജോലി ചെയ്യുന്നവർ അല്ലായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ അഭിഷേകം പ്രാപിക്കുമ്പോൾ, എന്നാൽ അവരവരുടെ കാര്യങ്ങൾ അവർ ചെയ്യുന്ന സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തികൾ സഭയിൽ കാണാൻ കഴിയും. അങ്ങനെ അനേക ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാനും ഇടയാകും. വീണ്ടും ഒരു വചനം നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ 1 ലേഖനം 2 അധ്യായം 20 വാക്യം വായിക്കുന്നു. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലതും അറിയുന്നു. 27 വാക്യം, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കുകയാലും അതു നിങ്ങളെ ഉപദേശിച്ചതുപോലെയും നിങ്ങൾ അവനിൽ വസിപ്പീൻ എന്ന് വചനം പറയുന്നു. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിക്ക് മറ്റൊരാൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളിലുള്ള ആത്മാവ് നിങ്ങളെ വഴി നടത്താനിടയാകും. നിന്റെ കൂടെയുള്ളതായ കർത്താവ് നിനക്ക് മുന്നറിയിപ്പ് നൽകും. അവൻ നിന്നെ ബലപ്പെടുത്താനിടയാകും. അഭിഷേകം എന്നത് നിലനിൽക്കേണ്ടതാണ് എന്നത് നാം ഇവിടെ കാണുന്നു. അഭിഷേകം നഷ്ടപ്പെടുത്തിയതായ ഒരുപാട് ആളുകളെ നമുക്കിന്ന് കാണാൻ കഴിയും. അഭിഷേകം നഷ്ടപ്പെടുത്തിയ ഒരുപാട് ദൈവദാസന്മാരെ നമുക്കിന്ന് കാണാൻ കഴിയും. നീ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരോധമായിട്ട് നീ ദൈവം നൽകിയിരിക്കുന്ന അഭിഷേകത്തെ, ദൈവം നൽകിയിരിക്കുന്നതായ വരത്തെ പുകഴ്ത്തലിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, പണത്തിന് വേണ്ടിയോ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയോ നീ ഉപയോഗിക്കുന്ന സമയത്ത് അഭിഷേകം നിന്നെ വിട്ടുമാറാനിടയാകും. അന്ന് ശൗലിനെ ദൈവം അഭിഷേകിച്ചു, എന്നാൽ അനുസരണക്കേട് കാട്ടിയതുകൊണ്ട് അഭിഷേകം വിട്ടുമാറി. എന്നാൽ ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്ത സമയത്ത് ആ അഭിഷേകം ദാവീദ് കാത്തു സൂക്ഷിച്ചു, അന്ത്യം വരെയും കാത്തു സൂക്ഷിച്ചു. ഒരു ഊരിയാവിന്റെ ഭാര്യയുടെ പ്രശ്നം അല്ലാതെ അവൻ ദൈവസന്നിധിയിൽ സത്യസന്ധനായിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. വ്യക്തിപരമായ വിഷയത്തിൽ ദാവീദ് ദൈവത്തെ ദുഃഖിപ്പിച്ചു, എന്നാൽ ദൈവിക വിഷയത്തിൽ അവൻ ഒരിക്കൽ പോലും ദൈവത്തെ ദുഃഖിപ്പിച്ചിട്ടില്ല. ദൈവം പറഞ്ഞ സ്ഥലത്തെല്ലാം അവൻ പോയി പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. ദൈവം അഭിഷേകം ചെയ്തപ്പോൾ, അനുഗ്രഹിച്ചപ്പോൾ, ആട്ടിടനായിരുന്ന എന്നെ ഇത്രമാത്രം ഉയർത്തുവാൻ ഞാൻ എന്തുമാത്രം എന്ന് പറഞ്ഞ് അവനെ സ്തുതിക്കാനിടയായി. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറന്നു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നുറുങ്ങുന്ന ഹൃദയത്തോടെ അവൻ ജീവിക്കുവാൻ ഇടയായി. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഇവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്, എൻ്റെ ഉദ്ദേശങ്ങളെ നിറവേറ്റി. എനിക്കുള്ള ഒരേ ഒരു ആശ, എൻ്റെ ദൈവം എന്നെ മാനിച്ചാൽ മതി. മനുഷ്യർ എന്നെ പുകഴ്ത്തിയില്ല എങ്കിലും എൻ്റെ ദൈവം എന്നെ മാനിക്കുകയാണെങ്കിൽ, ജയ്പോൾ, നിന്റെ ശുശ്രൂഷയെ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഹിതപ്രകാരമാണ് നീ ശുശ്രൂഷ ചെയ്യുന്നത്. വിശ്വസ്തനായിരിക്കുന്ന നല്ല ദാസനെ എന്ന് കർത്താവ് വിളിക്കത്തക്കവണ്ണം അവന്റെ മുൻപിൽ എനിക്ക് നിന്നാൽ മതി. രണ്ടാമതായി, എന്റെ ഉദ്ദേശങ്ങൾ എല്ലാം, ഞാൻ എന്തിനാണ് ജയ്പോളിനെ തിരഞ്ഞെടുത്തത്, എന്തിനു നിന്നെ ദൈവദാസനാക്കി മാറ്റിയോ ആ പദ്ധതികളെല്ലാം തന്നെ നീ നിറവേറ്റി. നിന്നെക്കുറിച്ച് ഞാൻ ചിന്തിച്ചതും വിചാരിച്ചതുമായ എല്ലാ കാര്യങ്ങളും നിറവേറ്റി എന്ന് പറയണം. അതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് മരണം വരെയും നിന്ന് അവന്റെ ഹിതത്തിനു വേണ്ടി ഞാൻ പ്രവർത്തിക്കണം എന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് നോക്കിയാൽ വേഗത്തിൽ പേരും പ്രശസ്തിയും നേടുവാനുള്ള ശുശ്രൂഷകൾ ചെയ്യാൻ കഴിയും. എന്നാൽ എൻ്റെ യേശു സകലതും നിവൃത്തിയായി എന്ന് പറയുന്നതുവരെ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവന്റെ തൊണ്ട വരണ്ടുപോയി, അവന്റെ രക്തം മുഴുവൻ ഒഴുകിപ്പോകാനിടയായി. ഏകദേശം 6.5 ലിറ്റർ രക്തം നഷ്ടപ്പെട്ടു എന്ന് കണ്ടുപിടിക്കാനിടയായി. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 7.5 ലിറ്റർ രക്തം വരെയാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം അവന്റെ രക്തം മുഴുവൻ ഒഴുകിപ്പോകാനിടയായി. ഇതാ സകലതും നിവർത്തിയായി. പിതാവേ, എന്റെ ആത്മാവിനെ നിങ്ങളേക്ക് ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ അവനാണ് എന്റെ ലക്ഷ്യം, അവനാണ് എന്റെ മാതൃക. അവനെ വിളിച്ച ദൈവം എന്നെയും വിളിച്ചിരിക്കുന്നു. അവനെ അഭിഷേകം ചെയ്ത ദൈവം എന്നെയും അഭിഷേകം ചെയ്തു. അവൻ ചെയ്ത വേല ചെയ്യുവാൻ വേണ്ടിയാണ് എന്നെയും വിളിച്ചിരിക്കുന്നത് എന്ന കാര്യം ഞാൻ മറക്കാൻ പാടില്ല.
ഡേവിഡ് ബ്രെയ്നർ പറഞ്ഞു, വഴിയോരങ്ങളിൽ സഞ്ചരിച്ച് യേശുവിന്റെ സുവിശേഷം പറഞ്ഞുകൊണ്ട് നശിച്ചു പോകുന്ന ആത്മാക്കളെ നേടുവാൻ എനിക്ക് തന്നിരിക്കുന്ന ജോലി അത് ഏറ്റവും ശ്രേഷ്ഠമായതാകുന്നു. എന്റെ യേശു ചെയ്ത വേലയാണ് ഞാനും ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് തന്റെ ജീവിതം മുഴുവനും അവൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് റെഡ് ഇന്ത്യൻസിന്റെ രക്ഷയ്ക്ക് വേണ്ടി സുവിശേഷ വേല ചെയ്യാനിടയായി. ഈ ദിവസം ആത്മാവിനെ നേടണമെന്നുള്ള ആഗ്രഹം വളരെ കുറച്ച് വ്യക്തികളിൽ മാത്രമേ കാണുന്നുള്ളൂ. നിത്യ നരകത്തിലേക്ക് പോകുന്നവർ ശുശ്രൂഷകളിൽ കൂടി സ്വർഗത്തിലേക്ക് പോകണം എന്നുള്ള വിഷയത്തെ അവർ ഓർക്കുന്നില്ല. രക്ഷിക്കപ്പെട്ട ആളുകൾ സുഖമായിട്ട് ആലയത്തിലിരുന്ന് പാട്ട് പാടുക മാത്രമല്ല, എന്തിനു വേണ്ടിയാണ് നീ രക്ഷിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി നീ ജീവിക്കേണ്ടത് ആവശ്യമാണ്. ദൈവരാജ്യത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി നീ പ്രവർത്തിക്കണം എന്നുള്ളതായ കാര്യം അവർ ഓർക്കുന്നതേയില്ല. രക്ഷിക്കപ്പെട്ടതായ എല്ലാ വ്യക്തികൾക്കും ഒരു അഭിഷേകമുണ്ട്. രക്ഷിക്കപ്പെട്ട എല്ലാ വ്യക്തികൾക്ക് വേണ്ടിയും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്റെ മേലുള്ളതായ ദൈവത്തിന്റെ പദ്ധതിയെ നീ മനസ്സിലാക്കി ആ പദ്ധതിയിൽ നീ ഇഴുകിച്ചേരുകയാണെങ്കിൽ ദൈവം നിന്നെ ഉയർത്താനിടയാകും. നീ ലക്ഷക്കണക്കിന് ആളുകൾക്ക്, ചുറ്റുപാടുമുള്ളവർക്ക്, നിന്റെ വീട്ടുകാർക്ക് നീ അനുഗ്രഹമായി മാറും. ഈ ദിവസം ലക്ഷക്കണക്കിന് ആളുകൾ നശിച്ചു പോകുന്നുണ്ട്. പ്രപഞ്ചത്തിൽ നോക്കിയാൽ 1/3 ഇന്നും യേശുവിനെ അറിയാത്ത ആളുകളാണ്. ഈ ദിവസം യൂട്യൂബിൽ കൂടി, അല്ലെങ്കിൽ ഫേസ്ബുക്കുകളിൽ കൂടി, ട്വിറ്ററിൽ കൂടി ദൈവം സുവിശേഷത്തെ ലോകം മുഴുവൻ അറിയിക്കുന്നതിനായി സൗകര്യപ്രദമായ ഒരുപാട് മാർഗങ്ങൾ ഉണ്ട്. നീ ടെക്നിക്കലായി അറിവ് നേടിയ വ്യക്തിയാണെങ്കിൽ നീ ഒരു മീഡിയയെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവനാണെങ്കിൽ ഇങ്ങനെ സ്റ്റേജുകളിൽ നിന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ നീ മീഡിയയിൽ കൂടി യേശുവിന്റെ വചനങ്ങളെ ഒരുപക്ഷെ നീ പ്രസംഗിക്കുന്നില്ലായിരിക്കാം. ഏതോ ദേവദാസൻ പറഞ്ഞ വചനങ്ങളെ ലോകം മുഴുവൻ അറിയിക്കുവാൻ കഴിഞ്ഞാൽ നിനക്കും അതേ അനുഗ്രഹം ഉണ്ടാകുന്നുവെന്നും നീയും അവന്റെ ഉദ്ദേശങ്ങൾ സാധിച്ചു കൊടുക്കുന്ന വ്യക്തിയിൽ ഒരുവനായിരിക്കുന്നു എന്ന കാര്യം ഓർക്കുക. ഈ കാലത്ത് ടെക്നോളജി ഇത്രമാത്രം വളർന്നു കഴിഞ്ഞപ്പോൾ ദൈവവേല ചെയ്യുക എന്നത് പറഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കുകയാണ്. അനേക രീതികളിൽ കൂടി ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് യേശു ക്രിസ്തുവിന്റെ വചനങ്ങളെ അയച്ചു കൊടുക്കുവാൻ ഉള്ള സൗകര്യമുണ്ട്. ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന താലന്ത് എന്താണ്? ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന അഭിഷേകം എന്താണ്? ദൈവം നിന്നെ അഭിഷേകം ചെയ്തതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് നീ മനസ്സിലാക്കുകയാണെങ്കിൽ, അതിനുവേണ്ടി നിന്നെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ, മനുഷ്യൻ നിന്റെ മേൽ കൈവച്ച് അഭിഷേകം ചെയ്യുന്നതിൽ അല്ല, പരിശുദ്ധാത്മാവിനാൽ നാം അഭിഷേകിക്കപ്പെടണം. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 21-22. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. ഈ ദിവസം ഒരു സഭയായി, ഒരു കൂട്ടായ്മയായിട്ട് നാം എല്ലാവരും ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിന്റെ നാമമഹത്വത്തിനായി കാര്യങ്ങൾ ചെയ്യുവാനും നാം ഒരുമിച്ച് ആത്മാവിൽ അവനെ ആരാധിക്കുവാൻ വേണ്ടി നമ്മെ അഭിഷേകം ചെയ്തവൻ ദൈവമാകുന്നു. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ അവന്റെ ആത്മാവിനെ തന്നിരിക്കുന്നു. നമ്മെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നത് നമ്മെ ദിനംതോറും ശുദ്ധീകരിക്കുന്നതിനായി, പുതുക്കുന്നതിനായി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് തൈലത്തിന്റെ ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് ഒരു കാലത്ത് എണ്ണയായി ഉപയോഗിക്കപ്പെട്ടു. എന്നാൽ നമുക്ക് വരമായിട്ട് ദൈവം പരിശുദ്ധാത്മാവിനെ ഇന്ന് നൽകിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഇന്ന് അവൻ മുദ്ര ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസം നാം ഒരു സഭയായി നാം അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു കൂട്ടായ്മയായി നാം അഭിഷേകിക്കപ്പെട്ടിരിക്കുന്നു. ഒരു കുടുംബമായി നാം അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. നാം എല്ലാവരും ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റുന്നവരായിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെട്ട എല്ലാവരും കരങ്ങൾ ഉയർത്താമോ? നിങ്ങളെക്കുറിച്ചെല്ലാം ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്ന കാര്യം നിങ്ങൾ അറിയുന്നുണ്ടോ? ദൈവത്തിന്റെ പ്രത്യേകമായൊരു വിളി നിന്റെ മേലുണ്ട് എന്നുള്ള കാര്യം നീ ഓർക്കുന്നുണ്ടോ? ദൈവം തന്നിരിക്കുന്ന വരങ്ങളും താലന്തും എന്താണെന്ന് നിനക്ക് അറിയാമോ? അത് ദൈവം മുമ്പിലേക്ക് കൊണ്ടുവന്ന് മുദ്ര ചെയ്യണമെന്നും അത് അഭിഷേകം ചെയ്യപ്പെടണമെന്നും ദൈവം കൂടെയിരുന്ന് ആ അഭിഷേകത്തെ, ആ വരത്തെ അവന്റെ നാമത്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു അത്ഭുതം നമ്മുടെ മധ്യേ ചെയ്യുവാൻ ഇടയാകും. എഴുന്നേറ്റ് നിൽക്കുക. അല്പസമയം നാം പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്.
നിന്നിലുള്ളതായ വരം എന്താണ്, നിനക്കുള്ളതായ ആഗ്രഹം എന്താണ്, നിനക്കുള്ളതായ വിളി എന്താണ് നീ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവേ, ഈ ദിവസം പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് എല്ലാ വ്യക്തികളും മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് നിന്റെ അഭിഷേകം വേണം, നിന്റെ സാന്നിധ്യം എനിക്ക് വേണം. കർത്താവേ, നിന്റെ സാന്നിധ്യം എന്റെ കൂടെ ഇരിക്കുമാറാകണമേ. നിന്റെ ആത്മാവിനെ എനിക്ക് നൽകണമേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകണമേ. എന്റെ ശക്തിയാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എന്റെ ബലത്താൽ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. കർത്താവേ, ഇതാ എന്റെ ജീവിതം. യേശുവേ, ഇതാ എന്റെ ജീവിതം. നീ എന്നെ രക്തം കൊടുത്തു വാങ്ങിയതാണല്ലോ. നിന്റെ ഹിതം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവിന്റെ മുൻപിൽ തീരുമാനമെടുക്കുക. എല്ലാ വ്യക്തികളും വായ് തുറന്ന് പ്രാർത്ഥിക്കുക. 2 കരങ്ങളും മുകളിലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. 2 കരങ്ങളും മുകളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. നിന്റെ അഭിഷേകം ഞങ്ങൾക്ക് വേണം ദൈവമേ, നിന്റെ അഭിഷേകം ഞങ്ങൾക്ക് വേണം കർത്താവേ, നിന്റെ അഭിഷേകം എനിക്ക് വേണം ദൈവമേ. ഒരു വാക്ക് കർത്താവിനോട് നീ ചോദിക്കൂ, നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കാനിടയാകും. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഈ പ്രത്യേകമായ സന്ദർഭത്തിൽ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ നിൽക്കുകയാണ്. വരണ്ടുണങ്ങിയ ഭൂമി വെള്ളത്തിന് വേണ്ടി കാക്കുന്നത് പോലെ നിന്റെ അഭിഷേകത്തിന് വേണ്ടി കാക്കുകയാണ്. തളർന്നു പോയിരിക്കുന്നു, നിരാശയിലായിരിക്കുന്നതായ ഞങ്ങൾ നിന്റെ ആശ്വാസത്തിനു വേണ്ടി കാക്കുകയാണ് ദൈവമേ. ബലഹീനരായി പോയി ക്ഷീണിച്ചിരിക്കുന്നതായ ഞങ്ങൾ ആ പരിശുദ്ധാത്മാവിന്റെ ബലത്തിനു വേണ്ടി കാക്കുകയാണ്. നിന്റെ നാമത്തിനു വേണ്ടി വീണ്ടും കത്തി ജ്വലിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണം. സകല ലോകത്തിലും സുവിശേഷം അറിയിക്കുന്ന പ്രക്രിയയിൽ ഞങ്ങളെയും ഉപയോഗിക്കുമാറാകണമേ, എന്നെയും ഉപയോഗിക്കണമേ കർത്താവേ. നിന്റെ പദ്ധതി, നിന്റെ ഹിതം നിറവേറ്റുന്നതിനു വേണ്ടി ഏതു കാര്യമാണോ, ഏതു താലന്താണോ, ഏതു വരമാണോ നീ കൊടുത്തിരിക്കുന്നത്, അതിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നീ പകരുമാറാകണമേ ദൈവമേ. സംസാരിക്കാൻ കഴിവുള്ളവരെ ഞങ്ങളുടെ നടുവിൽ എഴുന്നേൽപ്പിക്കണമേ. യുദ്ധവീരന്മാരെ പ്രാർത്ഥനയിൽ പോരാടുന്നതിന് വേണ്ടി എഴുന്നേൽപ്പിക്കുമാറാകണമേ. വാദ്യോപകരണങ്ങൾ വായിക്കുവാൻ കഴിയുന്ന സംഗീതജ്ഞന്മാരെ എഴുന്നേൽപ്പിക്കണമേ. ശബ്ദമുയർത്തി കർത്താവിനെ പാടി ആരാധിക്കാൻ കഴിയുന്ന താലന്തുള്ള അനേകരെ കർത്താവിനെ നീ എഴുന്നേൽപ്പിക്കണമേ. പ്രാഗൽഭ്യത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന, മാനേജ് ചെയ്യാൻ കഴിയുന്നതായ, സുവിശേഷം അറിയിക്കുന്നതിന്റെ ഏർപ്പാടുകൾ ചെയ്യുവാൻ കഴിയുന്നവരെ ഞങ്ങളുടെ നടുവിൽ നിന്ന് എഴുന്നേൽപ്പിക്കണമേ. ഈ മാധ്യമത്തിൽ കൂടി, മീഡിയയിൽ കൂടി സകല ലോകത്തിലേക്കും സുവിശേഷം അറിയിക്കുവാൻ കഴിവുള്ളതായ ആളുകളെ അഭിഷേകം ചെയ്ത് കർത്താവെ, ഈ യൂട്യൂബിൽ കൂടി, ഫേസ്ബുക്കിൽ കൂടി, ട്വിറ്ററിൽ കൂടി കർത്താവെ, പല രീതിയിലുള്ള മാർഗത്തിലൂടെ നിന്റെ സുവിശേഷം ലോകം മുഴുവൻ അറിയിക്കുവാൻ കഴിവുള്ള ആളുകളെ ഞങ്ങളുടെ നടുവിൽ എഴുന്നേൽപ്പിക്കണമേ. നിന്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. താലന്തുകൾ ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ബലഹീനതകൾ ബലമായിട്ട് മാറ്റണമേ. പ്രാർത്ഥിക്കുന്ന അനേകരെ ഞങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കണമേ. യുവജനങ്ങളെ നീ ഉണർത്തണമേ. ഞങ്ങളുടെ യൗവനക്കാരെ അഭിഷേകിക്കണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ഭാര്യാഭർത്താക്കന്മാരുടെ നടുവിൽ ഭിന്നിപ്പ് കൊണ്ടുവരുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുകയാണ്. ഭാര്യാഭർത്താക്കന്മാരെ ഐക്യതയുള്ളവരെ എഴുന്നേൽപ്പിക്കണമേ. കുഞ്ഞുങ്ങളെ വളർത്തുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ. ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രായമുള്ളവരെ അനുഗ്രഹിക്കണമേ. ആരും മരിച്ച് നരകത്തിലേക്ക് പോകാനിടയാകരുത്. വാർദ്ധക്യത്തിലുള്ള എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. സഭയെല്ലാം ചേർന്ന് ഒരേ അഭിഷേകമായിട്ട് ഞങ്ങളെല്ലാവരും ഒത്തൊരുമയോടുകൂടി ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി ജീവിക്കുന്നതിനായി ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന വചനപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ
യേശുവേ യേശുവേ യേശുവേ